ആശാന് നട്ടുച്ചയ്ക്ക് വീഡിയോ ഒന്നുമില്ലേ? ഇന്ന് ഇന്ന് എങ്ങനെയാണ് ആ വീഡിയോ? ഈ പൊരുവയിലത്ത് എങ്ങനെ ഐഡിയ കാര്യങ്ങളൊക്കെ വരാനാ? അപ്പൊ അണ്ണൻ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം, ഇന്നത്തെ വീഡിയോ ഐഡിയ വീഡിയോയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ വേറെ ഒരു വീഡിയോ അല്ല. ഇന്നിപ്പം ആശാമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആട്ടോ. ആശാമാർക്കിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളെ പോലുള്ള ഞങ്ങളല്ല തുടങ്ങണ പുതിയ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽഡിംഗ് മെഷീൻ ഹോൾഡർ ഉപയോഗിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ചെറിയ ഒരു ഡൗട്ടാണ്, അത് ക്ലിയർ ചെയ്യാൻ ആശാമാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇത് നോക്കിയാ ഈ വെൽഡിംഗ് മെഷീനിൽ ഒന്ന് ഹോൾഡറും ഒന്ന് നമ്മൾ എർത്തുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഷീനിൽ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഹോൾഡർ എന്ന് പറഞ്ഞ പ്ലസ് ചിഹ്നവും എർത്ത് എന്ന് പറഞ്ഞതും ഹോൾഡറും എർത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവർ കമ്പനി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് എർത്ത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോൾഡർ ഈ പോസിറ്റീവ് പ്ലസ്സിൽ ഹോൾഡർ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൗട്ട് നമുക്ക് തീർന്നു. ഓക്കെ, അപ്പം അതിനകത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡൗട്ടില്ല. അപ്പം ഇത് കണ്ടോ, ഈ മെഷീൻ കണ്ടോ, ഈ മെഷീനിൽ ഇത് കണ്ടോ, ഇപ്പൊ നമ്മള് ഇതിപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോസിറ്റീവിൻ്റെ അകത്ത് എർത്തും നെഗറ്റീവിൻ്റെ അകത്ത് എർത്തും പോസിറ്റീവിൻ്റെ അകത്ത് ഹോൾഡറും കൊടുത്താൽ നമുക്ക് ടാക്ക് അടിക്കാൻ പറ്റും. നോക്ക്, ഇതാട്ടോ അതിൻ്റെ അകത്ത് ടാക്ക് അടിക്കാൻ പറ്റും, കണ്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ കൊടുക്കുക. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ കൊടുത്തേക്കണതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ആ മെഷീനിലാണ് നമുക്ക് ഈ ഡൗട്ടൊന്നുമില്ല, ആർക്കും ഡൗട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പം ഈ ഡൗട്ട് കൂടുതലും വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ടാക്ക് അടിക്കാനൊക്കെ ആയിട്ട് ഈ വീട്ടുകാരും ചിലവർക്ക് ഈ മെഷീൻ മേടിക്കും. മെഷീൻ മേടിച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് ആകെ ഡൗട്ട്. എൻ്റെ അടുത്ത് എത്ര പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെന്നറിയാം, ഈ നമ്മളിപ്പം നമ്മുടെ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ ടാക്ക് അടിക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം വെൽഡിംഗ് പണിയായിട്ട് നടക്കുന്ന ആൾക്കാരെയാണല്ലോ ആൾക്കാർ വിളിക്കുള്ളൂ. അപ്പത്തേനും അങ്ങനെ വിളിച്ചു ചോദിക്കുക, അപ്പോൾ ആളിയ ഇത് ഈ എർത്ത് എന്ന് പറഞ്ഞ ഹോൾഡർ അതിൻ്റെ അകത്ത് കൊടുക്കണം, മറ്റേ എർത്ത് അതിൻ്റെ അകത്ത് കൊടുക്കണം എന്നൊക്കെ കിട്ടും. അപ്പം ഭയങ്കര ഡൗട്ടാണ്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പറയാനൊന്നും അറിയത്തില്ല. നമ്മൾ സാധാരണ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവില് ഹോൾഡർ കൊടുക്കുക, നെഗറ്റീവിൽ എർത്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ സാധാരണ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പൊ നോക്കി, നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അടിക്കുമ്പോഴും ഇത് കണ്ടോ വരുന്നുണ്ടല്ലോ, അതേ വോൾട്ടേജ് തന്നെ അതേ സെറ്റപ്പിൽ തന്നെ വന്നു. അപ്പൊ ഇതിങ്ങനെ രണ്ടെണ്ണത്തിലും കൊടുത്താലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അകത്താണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ആശാമാരൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ, കമന്റ് ഇടുവാണെങ്കിൽ നമുക്കത് ഒത്തിരി പേർക്ക് പുതിയതായിട്ട് നമ്മുടെ ഫീൽഡിലോട്ട് വന്നവർക്കും, അത് കൂടാതെ ആ മെഷീനിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ആ മെഷീനിലാണെങ്കിൽ ആർക്കും ഒരു ഡൗട്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ മെഷീനിൽ ഐബെലിൻ്റെയൊക്കെ മെഷീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ മെഷീനിലാണെങ്കിൽ നമുക്കങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പുതിയതായിട്ട് ടാക്ക് അടിക്കാൻ പഠിച്ചിട്ട് ഈ ചെറിയ വെൽഡിങ്ങൊക്കെ ഉള്ളപ്പോഴത്തേന് അത്യാവശ്യം ഈ വെൽഡർമാരല്ലാതെ ഈ പ്ലംബിങ്ങുകാരും അതേ കൂട്ട് കുറേ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യണവരും അങ്ങനെയുള്ളവരെല്ലാവരും ഇത് മേടിച്ച് ചെറിയ ടാക്കിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിപ്പം ചെറിയ ടാക്ക് അടിക്കാനൊക്കെ ആണെങ്കിൽ ആൾക്കാരെ വിളിക്കാനേ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു. അപ്പം ഇതൊരു ഡൗട്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ആശാമാരൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോകളായിട്ട് ഇരുന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും മറക്കാതെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുവാണെങ്കിൽ, അറിയാവുന്നവരും അറിയത്തില്ല എന്നും അറിയാവുന്നവർ നല്ല രീതിക്കൊന്ന് കമൻ്റ് ഇടുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അല്ലാതെ കളിയാക്കാൻ വേണ്ടിയുള്ളതോ വേറെ ഒന്നിനുള്ള വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ പകരാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേക്കൂട്ട് നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.